started from a DM, now she wanna see him. If you wanna link, baby, gotta be the weekend. Just follow me. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ആൻഡ് സോർ മട്ടൺ സൂപ്പാണ്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു 2 ഗ്ലാസ് സൂപ്പാണ് ഇവിടെ റെഡിയാക്കുന്നത്. അതിന് ഒരു ബൗള് മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം എന്നിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുത്തി അത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും സൂപ്പിനായാലും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത്. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ വേറൊരു സ്മെല്ലായിരിക്കും കിട്ടുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. അത് ഒന്നുമില്ലെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സൂപ്പും വളരെ ഹെൽത്തിയായി മാറുകയാണ്. ഹെൽത്തി സൂപ്പാണിത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റണം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് നന്നായി വേവണം. നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ക്യാരറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അത് ആവശ്യമുള്ളവർക്ക്, അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ചേർക്കുമ്പോൾ സൂപ്പിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ഞാൻ 2 എണ്ണം ആ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെച്ച് അതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഏകദേശം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മട്ടനും അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വന്ന് ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ പോയി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടത് മട്ടൻ സ്റ്റോക്കാണ്. മട്ടൻ സ്റ്റോക്ക് എടുത്തോടൊപ്പം തന്നെ ഞാൻ ആ മട്ടൻ ചെറുതായി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മട്ടൻ സ്റ്റോക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു 2 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി അത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മട്ടൻ ചെറുതായി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പിൽ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മട്ടൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ സോയാ സോസ്, അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ സൂപ്പ് ഇപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിന് കുറച്ചൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൂപ്പിനായാലും ഒരു തിക്നെസ് കിട്ടും. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, മല്ലിയിലയും ഈ വെജിറ്റബിൾസ് മാത്രമാണ്. പിന്നെ വേണ്ടത് ഒരു എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എഗ് വൈറ്റ് അതിൽ ചേർക്കുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒരുപാട് കട്ടിയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് മിക്സ് ചെയ്തും കൊടുക്കാം. അപ്പോൾ അതാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനിലായാലും നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.